ബന്ധങ്ങൾ സുദൃഢമാവുമ്പോൾ എല്ലാം സന്തോഷകരമാകും. അതേത് ബന്ധങ്ങളാവട്ടെ, ഭാര്യ-ഭർത്തൃ ബന്ധമാവട്ടെ, ഗുരു-ശിഷ്യ ബന്ധമാവട്ടെ, തൊഴിലാളി-മുതലാളി ബന്ധങ്ങളാവട്ടെ, എല്ലാ ബന്ധങ്ങളും ചിന്നിച്ചിതറുന്നതാണ് തകർച്ചയുടെയും തളർച്ചയുടെയും നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും യഥാർത്ഥ കാരണങ്ങൾ. ഈ തകർച്ചയിൽ, നാശത്തിൽ, നഷ്ടത്തിൽ കലാശിക്കാതിരിക്കാൻ, ബന്ധങ്ങൾ സുദൃഢമാവാൻ ഏറ്റവും നല്ല മരുന്നാണ്, ട്രീറ്റ്മെൻറ്റാണ് മോട്ടിവേഷനുകൾ. പലപ്പോഴും നമ്മൾ ഒരു 4-5 പദം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഗുഡ്, വെരി ഗുഡ്, സ്റ്റാർ, യു ഹാവ് 5 സ്റ്റാർ. ഇത് കുട്ടി ആദ്യം ഇങ്ങോട്ട് പറയും, ഇന്ന് വാപ്പ 4 സ്റ്റാർ അടിക്കട്ടോ, വാപ്പ 4 ഗുഡ് പറയട്ടോ. ഒരിക്കലും മോട്ടിവേഷനിൽ ഒരിക്കൽ പറഞ്ഞതാവരുത്, ഒരിക്കൽ ചെയ്തതാവരുത്. അത് സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റി പറയാൻ കഴിയണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. തിരുദൂതർ മുത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച രാവ് പോകുമ്പോൾ, അത് ഈത്തപ്പന മട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ പള്ളിയാണ്. വെളിച്ചല്ല, സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ലാത്ത ഒരു പള്ളി. അതായിരുന്നല്ലോ ആദ്യകാലങ്ങളിൽ. വെള്ളിയാഴ്ച രാവിലെ വന്നപ്പോൾ ആ പള്ളി നല്ല ദീപാലങ്കൃത, ഇങ്ങനെ പ്രകാശപൂരിതമായി നിൽക്കുന്നു. വല്ലാതെ അത്ഭുതപ്പെടുത്തി. മൻ അസ്റ ഹാദൽ മസ്ജിദ്, ആരാണ് ഈ പള്ളി ദീപാലങ്കൃതമാക്കിയത്? അപ്പോഴാണ് അനുചരന്മാർ പറയുന്നത്, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഷാമിൽ പോയി. അന്നത്തെ ഗൾഫാണ് ഷാം, ഇന്നത്തെ സിറിയ, ഫലസ്തീൻ, ജോർദാൻ എല്ലാം ഉൾപ്പെടുന്ന പ്രദേശം. അവിടെ നല്ല കനാദിയിൽ പണ്ടത്തെ ഉപയോഗിച്ചിരുന്ന ആ വിളക്ക്, അതിൽ നല്ല ജെയ്ത്ത്, നല്ല തീരി എല്ലാം കൊണ്ടുവന്ന് തൻ്റെ അടിമയെ വിളിച്ച് പള്ളിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതങ്ങ് കണ്ടപ്പോൾ എന്താ മോട്ടിവേഷൻ! നമ്മളൊക്കെ എത്രമാത്രം അത്ഭുതപ്പെടുത്തും. ഞാൻ നിങ്ങളും എന്ത് പറയുന്ന ആലോചിക്കുക. ചിലരാവട്ടെ അവിടെയും ശകാരിക്കും. ഞാനല്ലേ പ്രസിഡന്റ്, ഞാനല്ലേ വാപ്പ, എൻ്റെ സമ്മതമില്ലാതെ ആരെ ചെയ്ത്, ആരെ പറഞ്ഞ് എന്നൊക്കെ ആയിരിക്കും. അതേ സ്ഥാനത്ത് അവിടെ നിന്ന് പറയാൻ തുടങ്ങി, നവ്വർത്തൽ ഇസ്ലാം, നവ്വർത്തൽ മദീന എന്നല്ല, നവ്വർത്തൽ മസ്ജിദ എന്നല്ല, ഇസ്ലാം പ്രഭാപൂരിതമായി. എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ഒരു വാക്ക്, ഒരു പ്രവർത്തനം, അത് ഒരു വ്യക്തിക്കല്ല, ഒരു പ്രദേശത്തിനല്ല, ഒരു പ്രത്യയശാസ്ത്രം മുഴുവൻ ലോകാവസാനം വരെയുള്ള ഇസ്ലാമിനെ പ്രഭാപൂരിതമാക്കി. നവ്വറക്കല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, അള്ളാഹു ദുനിയാവും ആഖിറവും സന്തോഷിപ്പിക്കട്ടെ, പ്രഭാപൂരിതമാക്കട്ടെ. നിർത്തിയില്ല, മൂന്നാമതൊരു വാക്ക് പറഞ്ഞു, ലൗ കാനത്തിലി ഇബ്നത്തുല്ല സവ്വസ്തുകഹ, എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ മകൾ എനിക്ക് കെട്ടിച്ചു തരുമായിരുന്നേ. തൻ്റെ കരളിൻ്റെ ഭാഗമാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. ഒരു മകളെ ഒരു വരന് കെട്ടിക്കുമ്പോൾ 1000 തവണ ചിന്തിക്കൂലേ, ആലോചിക്കൂലേ, എൻ്റെ മകൾ അവനിക്ക് കൊടുക്കാൻ പറ്റുമോ, അവനിക്കിൻ്റെ മകനാക്കാൻ പറ്റുമോ? പ്രവാചകർ, തിരുദൂതർ മുത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉടനെ പ്രഖ്യാപിക്കുകയാണ്, ചെക്ക് തോന്നിയേക്കാൻ കെട്ടിക്കാൻ മകളില്ല എന്നത് പറഞ്ഞുകൂടെ? അല്ല. ആ വാക്കിൻ്റെ പൊരുളറിഞ്ഞ പിതൃ സഹോദരൻ നൗഫൽ റളിയല്ലാഹു അൻഹു, എനിക്കൊരു മകളുടെ കെട്ടിച്ചു കൊടുക്കാമല്ലോ, ആസാസിൽ കല്ലിൽ കെട്ടിച്ചു കൊടുത്തു. ഇവിടെയാണ് എപ്പോഴും നമ്മുടെ ഉള്ളും പ്രഭാപൂരിതമാവണം. ഉള്ള് കറുത്ത് പുറത്ത് വെളുത്താൽ പോരാ, എല്ലായിടത്തും നമ്മൾ പ്രഭാപൂരിതമാക്കണം. എപ്പോഴും നല്ല നല്ല മോട്ടിവേഷനുകൾ വേണം. എന്നാൽ ബന്ധങ്ങൾ പലതും തകരാതെ, കേടാവാതെ, പൊട്ടാതെ, മുറിയാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും.